റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു പോർമുഖം തുറക്കുന്നു. പക്ഷേ അത് എവിടം വരെ എത്തുമെന്ന് അറിയില്ല. ഐസ്ലൻഡിനും സ്കോട്ട്ലൻഡിനും സമീപം അമേരിക്കയുടെ നാവികസേനയാണ് റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. അതിന് പറയുന്ന ന്യായം ഇറാനിൽ നിന്ന് വെനിസുലയിലേക്ക് എണ്ണ വാങ്ങാൻ പോയ കപ്പലാണ്. വെനിസുലൻ എണ്ണയ്ക്കെതിരെ വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു എന്നറിഞ്ഞ് അവർ റൂട്ട് മാറ്റി നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്കോട്ട്ലൻഡിനും ഐസ്ലൻഡിനും ഇടയിൽ വെച്ച് അമേരിക്കയുടെ നാവികസേന അതിലേക്ക് എരച്ചു കയറി പിടികൂടിയത്. അപ്പോൾ അന്തർവാഹിനിയൊക്കെ അകമ്പടി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവിടെ എതിർപ്പിന് ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നതെന്ന് മാത്രമല്ല, റഷ്യ കടുത്ത തരത്തിൽ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കപ്പൽ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചൈനയും വല്ലാതെ അസംതൃപ്തരാണ്. കാരണം വെനിൻസുലൻ എണ്ണ 80% പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. ഇപ്പോൾ 50 മില്യൺ, അതായത് 5 കോടി ബാരൽ അമേരിക്ക എടുക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇവിടെയൊക്കെ പറയുന്ന പോലെ ഞാനങ്ങ് എടുത്തു എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ വെനിൻസുലയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വെനിൻസുലൻ പ്രസിഡന്റ് മഡൂറോ ന്യൂയോർക്കിൽ ജയിലിലാണ്. ഡെൽസി റോഡ്രിക്സ് ഇടക്കാല പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ പലതിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം മഡൂറോ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ വെനിൻസുലയിൽ കൊലപ്പെടുത്തിയെന്ന പറഞ്ഞത് ഒരു തരത്തിലും ശരിയല്ല, നുണയാണെന്നാണ് ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ട്രംപ് കണ്ണുവെച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡിലേക്ക്, മെക്സിക്കോയിലേക്ക്, ക്യൂബയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇറാനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് SKN. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നത് വളരെ രസകരമാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ US കോൺഗ്രസിലേക്ക് കൂടുതൽ ഡെമോക്രാറ്റുകൾ ജയിച്ചു വന്നാൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ മടിക്കില്ല. കാരണം അവർക്ക് കോൺഗ്രസിന് സെനറ്റിലും അതുപോലെ തന്നെ US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവരാം. പക്ഷേ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇംപീച്ച് ചെയ്തൊന്ന് നാറ്റിക്കാം. അപ്പോൾ എന്തായാലും ആ തരത്തിൽ ട്രംപിനെതിരെയുള്ള നീക്കങ്ങളുണ്ട് എന്നറിയുന്നു.